രാത്രി മുഴുവൻ പനിച്ചും ചുമച്ചും കിടന്ന അമ്മയെ കണ്ടപ്പോൾ മക്കൾ പറഞ്ഞു, അമ്മ ഇന്ന് റെസ്റ്റ് എടുത്തോളൂ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടെന്ന്. അങ്ങനെ രാവിലെ എണീച്ച മക്കൾ അടുക്കള കയറിയപ്പോഴാണ് മക്കൾക്ക് ഒന്നും മനസ്സിലാവണില്ല. അടുക്കള കയറിയപ്പോൾ നോക്കിയപ്പോൾ പാത്രം കാണാനില്ല, ചായപ്പൊടി പഞ്ചസാര ഒന്നും കാണാനില്ല. അപ്പം മക്കള്, അമ്മേ ചായപ്പൊടി എവിടെയാ? അപ്പം അമ്മ പറഞ്ഞു, ചായപ്പൊടി ഷെൽഫിലുണ്ട് മോനെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, അമ്മ പഞ്ചസാര എവിടെയാ? അതുപോലെ ചായ ഉണ്ടാക്കണ പാത്രം ഏതാണ്? വലുതാണോ വെക്കേണ്ടത്, ചെറുതാണോ വെക്കേണ്ടത്, എത്ര ഗ്ലാസ് കിട്ടണം? ഇങ്ങനെ 100 ചോദ്യം. ഇത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് അമ്മ പറഞ്ഞ്, നിങ്ങൾ എനിക്ക് കട്ടൻ ചായയും തരണ്ട, ഒന്നും തരണ്ട, ഇത്തിരി ചൂടുള്ള തന്നാൽ മതിയെന്ന്. ഇത് കേട്ട് അടുത്ത് കിടന്ന ഭർത്താവ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ പോയി ചെയ്തുകൊണ്ട് എല്ലാമെന്ന്. ഇത് കേട്ട് ആശ്വസിച്ച് കിടന്ന അമ്മയ്ക്ക് അതിനേക്കാളും വലിയൊരു ദുരന്തം വരാനുണ്ടോ എന്ന് മാത്രം ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഹസ്ബൻഡ് അടുക്കളയിൽ കയറി മക്കളോടൊക്കെ പറഞ്ഞു, മക്കൾ പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ് മക്കളെ പറഞ്ഞേച്ച് അപ്പൻ അടുക്കളയിൽ കയറിയപ്പോഴാണ് അപ്പന് കാര്യങ്ങൾ മനസ്സിലായത്. ഇത് നമ്മൾ വിചാരിച്ചത്ര എളുപ്പമുള്ള സംഭവമല്ല ഒരു അടുക്കള കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ എടുത്ത വഴിക്കിടിയേ അരി എവിടെ ഇരിക്കണേ, കല എവിടെ ഇരിക്കണേ, കലത്തിൽ എത്ര വെള്ളം വെക്കണം, അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആ ഷെൽഫോള് തുറന്ന് നോക്ക്, എല്ലാം അവിടെയുണ്ട്, കലത്തിന്റെ മുക്കാഭാഗം വെള്ളം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ശരി, ഞാൻ വെച്ചോണ്ട് നീ കിടന്നോട്ടാന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, മുളകുപൊടി എവിടെയാ, മല്ലിപ്പൊടി എവിടെയാ, ചായപ്പൊടി എവിടെയാ, അങ്ങനെ 100 ചോദ്യം. വെളിച്ചെണ്ണ എവിടെയാ, കുരുമുളക് എവിടെയാ, ആ പാത്രം എവിടെയാ, ഈ പാത്രം എവിടെയാ, സ്പൂൺ എവിടെ, അങ്ങനെ 100 ചോദ്യം. ഇത് കേട്ട് ആ അമ്മ പറഞ്ഞേ, ചേട്ടൻ ഇറക്കി നിങ്ങൾ പോന്നോളൂ, ഞാൻ എനിക്ക് ആവുന്നുണ്ടാവുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് തരാമെന്ന്. പക്ഷെ പറഞ്ഞു, വേണ്ട, നീ സാരില്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടെന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് മക്കളുടെ കുറേ ചോദ്യങ്ങൾ. അമ്മ അയൺ ബോക്സ് എവിടെയാ, യൂണിഫോം എവിടെയാ, ടൈ എവിടെയാ, ബെൽറ്റ് എവിടെ, അങ്ങനെ അവരുടെ വക വേറെ ക്വസ്റ്റ്യൻ. ഈ സമയത്ത് അമ്മ വിചാരിച്ചു, ദൈവേ, എനിക്ക് വയ്യാണ്ട് കിടന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് പണിയോട് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരില്ലല്ലോ എന്ന് ചിന്തിച്ച് അമ്മ മെല്ലെ അവിടെ നിന്ന് എണിച്ചു വന്നപ്പോൾ ഭർത്താവും മക്കളും കൂടി, നീ എന്തിനാ ഈ വയ്യാത്തോർത്ത് ഇങ്ങോട്ട് എണിച്ചു വന്നു, എന്നോടല്ല നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേന്. അത് കഴിഞ്ഞ് ഭാര്യ അടുക്കളയിലൊന്ന് നോക്കിയപ്പോഴാണ് ഏതാണ്ട് ഇന്ത്യയും പാകിസ്ഥാനും വാറ് കഴിഞ്ഞൊരു പ്രതീതിയാണ്. അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങോട്ട് വെക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു, അവിടെ വലിച്ചിടുന്നു, ഇവിടെ വലിച്ചിടുന്നു, മൊത്തം. അവസാനം അടുക്കളയിൽ നിന്ന് പണി കഴിഞ്ഞിറങ്ങിയ ഭർത്താവിൻ്റെ ഒരു ഡയലോഗും, ഇത്രയേ ഉള്ളൂ അടുക്കള പണി, അതിനാണോ നീ കിടന്ന് രാവിലെ ഫുള്ളും ഓളിയിട്ട് നടക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം അടുക്കള കണ്ട ഈ അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി. എന്നിരുന്നാലും ഒന്നും നോക്കാനില്ല. അങ്ങനെ നമ്മുടെ ചൂടുള്ള ഉരുളൻകിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം നല്ല ചൂട് ചോറും ഉരുളൻകിഴങ്ങ് കറിയും കൂടി. ഓ, എന്ത് ടേസ്റ്റാണെന്നറിയോ, സൂപ്പർ ടേസ്റ്റ് ഇടാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. കൂടാതെ ഈ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ മക്കൾക്കും ഭർത്താവിനൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകുതി ആശ്വാസം കിട്ടും കേട്ടോ.